ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളെല്ലാം മോള് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ച് വാരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കൗണ്ടർ ടോപ്പും ഗ്യാസും എല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പീലിമോൾ ഉണ്ടായിരുന്നു കേട്ടോ. മോള് വാവേനെ ഉറക്കുവാണ്. അപ്പോൾ പീലിമോൾ എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ചായ ഉണ്ടാക്കി. കട്ടൻ ചായ ഉണ്ടോ വൈകുന്നേരം ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചത്തെ ചോറ് ബാക്കിയുണ്ട് കേട്ടോ. കറിയുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് അടുത്ത കടയിൽ സ്നാക്സ് മേടിക്കാൻ പോവുകയാണ്, ഞാനും പീലിമോളും കൂടി. കടയിൽ ചെന്നപ്പോഴേക്കും പീലിമോൾക്ക് കോലുമിഠായി വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ അച്ചപ്പമാണ് കേട്ടോ വാങ്ങിച്ചത്. കോലുമിഠായി പൊളിച്ചവൾക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും അവൾ അമ്മാമ്മയ്ക്ക് വേണമെന്ന് വെച്ച് എൻ്റെ വായിൽ വെച്ച് തന്നിട്ടോ. അവളെന്നെ പറ്റിക്കുമായിരുന്നു. വായിൽ വെച്ച് തന്ന് അപ്പം തന്നെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് മാർക്കറ്റിലേക്ക് പോകുവാണ്. ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും പീലിമോളും വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ മഴയുണ്ടായിരുന്നു. അപ്പം ഞാൻ റെയിൻകോട്ടൊക്കെ ഇടിച്ചു കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ പീലിമോളും ഉണ്ടായിരുന്നാലും ഞാൻ നടന്നാണ് കേട്ടോ പോയത്. കുറച്ച് പോകാനുണ്ടായിരുന്നു. ഒരു കടയിൽ ചെന്നപ്പോഴേക്കും മോൾക്ക് ചാള വേണമെന്ന് പറഞ്ഞു. അവിടെ ചാള ഉണ്ടായില്ല. അപ്പോൾ കുറച്ചും കൂടി അടുത്ത കടയിലേക്ക് ഇരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേക്കും കുറേ മീനുണ്ടായിരുന്നു. ഞാൻ ചാളയും വേളൂരിയും വാങ്ങിയിട്ടോ. അപ്പം മുട്ടച്ചാളയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് ചാള മുട്ട കൊതിച്ചാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി മുട്ട സെപ്പറേറ്റ് എടുത്തു, വറുത്തെടുത്തു കേട്ടോ. വോയിസ് എടുക്കുമ്പോൾ കുഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാവ കാക്കു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാളയും വേളൂരിയും കുറേശ്ശെ എടുത്ത് കറി ഉണ്ടാക്കി, കുറേശ്ശെ വറുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ മുട്ടയും എടുത്ത് സെപ്പറേറ്റ് വറുത്തെടുത്തു. തേങ്ങ അരച്ചാണ് കേട്ടോ വെച്ചത്. പുളിയൊക്കെ മാങ്ങയാണ് ചേർത്തത്. കറിക്ക് അരപ്പെല്ലാം ചേർത്ത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഞാൻ പീലിമോളെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അവൾ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ വറക്കാനായിട്ട് എടുത്തപ്പോഴേക്കും മോള് പറഞ്ഞു അവൾക്ക് മുട്ട ആദ്യം വറുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് വിശക്കുന്നുണ്ട്, ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മുട്ട ആദ്യം വറുത്ത് അവൾക്ക് കൊടുത്തിട്ട് അപ്പോൾ അഖിൽ വന്നു. അപ്പോൾ അഖിലിനുള്ള ചായ ഉണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ ചോറ് കുറച്ച് അരിയിട്ട് ചോറ് ഉണ്ടാക്കിട്ടോ. ഉച്ചത്തെ ചോറുണ്ടായിരുന്നു, അത് തികയില്ല. അപ്പോൾ കുറച്ചും കൂടി അരിയിട്ടു. പിന്നെ അതേ മുട്ട ചാള വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും മോള് ചോറ് വെച്ചു കേട്ടോ. കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളപ്പോൾ രണ്ടുപേരും വാശി പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യണ്ടായിരുന്നു, അതൊന്ന് മുക്കി വെച്ചിട്ടോ. രാവിലെ ഞാനത് വാഷ് ചെയ്യുള്ളൂ. പിന്നെ വാവേനെ ഒന്ന് ഉറക്കാൻ നോക്കി, പക്ഷെ അവൾ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഊണ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ, ഗുഡ് നൈറ്റ്.